ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയുടെ മോളെ ദിയക്കുട്ടിയും കൂടി ഒന്ന് കുട്ടികൾക്ക് കുറച്ച് സാധനം എടുക്കാൻ വന്നതാണേ. ഇപ്പം നിങ്ങൾക്ക് തോന്നും കുട്ടികൾക്കുള്ള സാധനമാണ് ദിയക്കുട്ടി ഇവിടെ നുള്ളി പറക്കുന്നത്. നിന്ന് ഒട്ടുമല്ല, ഇത് അവൾക്കുള്ള കുറച്ച് ഐറ്റംസാണ് അവൾ ഈ നുള്ളി പറക്കുന്നത്. അവൾ പിന്നെ വന്നപ്പോൾ തൊട്ടേ ഫുഡ് ഐറ്റംസിലോട്ട് മാത്രമാണ് പുള്ളിക്കാരുടെ കണ്ണ്. ഇതിപ്പോൾ പിള്ളേർക്കാണ് അവക്കാണ് ഞാൻ സാധനം മേടിക്കാൻ വന്നതെന്ന് എനിക്ക് പോലും ഡൗട്ടായിട്ട്. അങ്ങനെ വലിയൊരു കുത്തബ്മിനാറൊക്കെ എടുത്ത് കയ്യിലോട്ട് വെച്ചേക്കാണ്. എന്തായാലും ശരി, ഞാൻ മേടിച്ചു കൊടുക്കാമെന്നൊക്കെ സമ്മതിച്ച് ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. ഞാൻ അങ്ങനെ അവളെയും കൊണ്ട് നേരെ ഫ്രൂട്ട്സ് ഐറ്റംസിലോട്ടൊക്കെ പോവുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് പഴമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് പഴമൊക്കെ നോക്കി. പിന്നെ നേരെ വീട്ടിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ അതിലും കയറി വെജിറ്റബിൾസൊക്കെ മേടിക്കാൻ നോക്കി. അങ്ങനെ പിന്നെ പിന്നെ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ഞാൻ പിന്നെ ഡ്രസ്സ് ഐറ്റം ഞാൻ പിന്നെ ഡ്രസ്സ് ഐറ്റംസിൽ കുറച്ച് നോക്കി. എടുക്കാനൊന്നും അല്ല ഗൈസ്, ചുമ്മാ ഒരു ഷോയ്ക്ക് ഒന്ന് ട്രയൽ റൂമിൽ കയറി ജസ്റ്റ് 2 ഡ്രസ്സ് ഇട്ട് നോക്കിയാൽ നമുക്ക് പിന്നെ ഉറക്കം വരത്തില്ലല്ലോ. അത് പിന്നെ മലയാളികളല്ലേ, നിങ്ങളും ഇങ്ങനെയാണോ ഗൈസ്? പിന്നെ ഇവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് നോക്കാനൊക്കെ പോയി. കുറച്ച് ഷോയൊക്കെ കാണിച്ച് പിന്നെ നേരെ ഫാൻസി ഐറ്റംസിലായിട്ടാണ് വന്നത്. പിന്നെ ക്യൂടെക്സൊക്കെ നോക്കി. പിന്നെ ഇന്ന് നമ്മൾ വന്ന ദിവസം നല്ല ഓഫറൊക്കെ ഉള്ള ദിവസമായിരുന്നു. ക്രീമുകൾക്കായാലും പെർഫ്യൂംസിനായാലും എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു. പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ബൈ 1 get 1 ആയിരുന്നു. അങ്ങനെ ഞാനിവിടെ പോൺസിൻ്റെ റിവ്യൂ ഒക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ ദിയക്കുട്ടി ഇവിടെ ലാക്മേയുടെ റിവ്യൂ ഒക്കെ കൊണ്ടിറങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. വീണ്ടും പോയി വലിയൊരു കാൽബറി എടുത്ത് കൈ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. വേടി അവിടെ ഈ കൊച്ചിനെ ഞാൻ നോക്കിക്കോ. അങ്ങനെ പിന്നെ കുട്ടികൾക്കുള്ള പാമ്പേഴ്സൊക്കെ ഞാൻ ഇവിടെ വന്നാണ് എടുക്കുന്നത്. ഇവിടെ പാമ്പേഴ്സിനൊക്കെ നല്ല ഓഫർ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്നേ പാമ്പേഴ്സൊക്കെ എടുക്കാറുള്ളൂ. അങ്ങനെ കുട്ടികൾക്ക് സാധനം എടുക്കാൻ, കുട്ടികൾക്കല്ല കുട്ടികളുടെ പറ്റും പറഞ്ഞ് സാധനം എടുക്കാൻ വന്ന നമ്മളിതേ സാധനമൊക്കെ എടുത്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇനി ബില്ലൊക്കെ അടിക്കാൻ പോവുകയാണ്. ഇനി ബില്ലൊക്കെ അടിച്ച് മിക്കാറ് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ദിയയ്ക്കും കൊടുക്കും, എനിക്കും തരും, അതായത് പറ്റുള്ളൂ തോന്നുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ പോയി ബില്ലൊക്കെ ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.